സമമായ സർക്കുലർ മുഴുവൻ പള്ളികളിലും വായിച്ചു. അൽമായ മുന്നേറ്റം. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ പള്ളികളിൽ ഇന്നലെ കുർബാന മധ്യേ വായിക്കണമെന്ന് നിർദ്ദേശിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംബ്ലാനിയും പുറത്തിറക്കിയ സർക്കുലർ അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും വിശുദ്ധ കുർബാന നടക്കുന്ന സ്ഥാപനങ്ങൾ, സന്യസ്ത ഭവനങ്ങളിലും സർക്കുലർ വായിച്ചു. കഴിഞ്ഞ 3 വർഷത്തിന് ശേഷമാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ പള്ളികളിൽ മെത്രാൻമാർ നിർദ്ദേശിക്കുന്ന ഒരു സർക്കുലർ വായിക്കുന്നത്. 2022 മാർ ആന്റണി കരിയിൽ മെത്രാപ്പോലിത്ത ഇറക്കിയ സർക്കുലറാണ് അവസാനമായി ഇടവകകളിൽ വായിച്ചതെന്ന് അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വൈദികരെയും വിശ്വാസികളെയും ഒന്നിച്ചും വേറെയും ചർച്ചകൾ നടത്തി ഉരുത്തിരിഞ്ഞ സമവായം എറണാകുളം അതിരൂപതയിലെ വിശ്വാസ സമൂഹം സ്വീകരിക്കുവാൻ തയ്യാറായെന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും മെത്രാൻ സംഘത്തിന്റെ സ്വന്തം അജണ്ട അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഇവിടെ അംഗീകരിക്കില്ലെന്നും സിനഡ് മെത്രാൻമാർക്കും മറ്റു സഭാ നേതൃത്വത്തിനും ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ശ്രീ ഷൈജു ആന്റണിയും വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരനും പ്രസ്താവിച്ചു. കഴിഞ്ഞ 8 വർഷമായി നീതിക്ക് വേണ്ടി സഭാ നേതൃത്വവുമായി നിരന്തരം പോരാട്ടത്തിലായിരുന്ന അൽമായ സമൂഹവും വൈദികരും തുടർന്നും നീതിക്കും ന്യായത്തിനും സുതാര്യതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്നും അൽമായ മുന്നേറ്റം അതിരൂപത സമിതി അറിയിച്ചു. വത്തിക്കാൻ നിർദ്ദേശിച്ച റെസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കുന്നതിനും ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റായി കിട്ടുന്നതിനും സഭയിൽ അൽമായർക്കും ഭരണ പങ്കാളിത്തവും സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അൽമായ മുന്നേറ്റം തുടർന്നും നേതൃത്വം വഹിക്കുമെന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അൽമായ മുന്നേറ്റം വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരൻ അറിയിച്ചു.